നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന പുതിയ ചാപ്റ്ററാണ് ചാപ്റ്റർ 9 സം ആപ്ലിക്കേഷൻ ഓഫ് ട്രിഗണോമെട്രി. ഇവിടെ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ടവറിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഒരു ട്രീയുടെ ഹൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനാണ് ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുന്നു, ഒരാൾ ഇവിടെ നിന്ന് ഈ ഒബ്ജക്റ്റിനെ നോക്കുകയാണ്. അന്നേരം ഈ ഒബ്ജക്റ്റിനെ നോക്കുന്ന ഈ ലൈനെ നമ്മൾ പറയുന്ന പേരാണ് ലൈൻ ഓഫ് സൈറ്റ് എന്ന്. ഇത് നമ്മൾ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയും. ഈ നമ്മൾ പക്ഷെ നേരെ നോക്കുമ്പം ആ ഒബ്ജക്റ്റ് എങ്ങനെ ആയിരിക്കും, അതിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയും. ഹൊറിസോണ്ടൽ ലൈൻ. അന്നേരം ഈ ഹൊറിസോണ്ടൽ ലൈനും ലൈൻ ഓഫ് സൈറ്റും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിനെ നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയും. അത് മുകളിലായതുകൊണ്ട് തന്നെ അതിനെ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയും. ഇച്ചിരി എലിവേറ്റ് ചെയ്തല്ലേ നമ്മൾ നോക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു താഴെ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്ന ഒരാൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണ്, പക്ഷേ ഹൊറിസോണ്ടൽ ലൈൻ ഇതാണ്. അന്നേരം ഈ ഹൊറിസോണ്ടൽ ലൈനും ഈ ലൈൻ ഓഫ് വിഷൻ, ഇതിനെ ലൈൻ ഓഫ് സൈറ്റ് എന്ന് തന്നെയാണ് പറയുന്നത്, അല്ലെങ്കിൽ ലൈൻ ഓഫ് വിഷൻ എന്ന് പറയാം. പിന്നെ ഇത് ഹൊറിസോണ്ടൽ ലൈൻ. അങ്ങനെയാണ് താഴോട്ട് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ആംഗിളിനെ നമ്മൾ പറയുന്ന പേരാണ് എന്താണ്, ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയും. ഓക്കെ ആണോ? അന്നേരം ആംഗിൾ രണ്ട് രീതിയിലുള്ള ആംഗിൾ ഓഫ് എലിവേഷനും ഉണ്ട്, ആംഗിൾ ഓഫ് ഡിപ്രഷനും ഉണ്ട്. നമുക്കറിയാം ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ റൈറ്റ് ആംഗിൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഈ ആംഗിൾ എടുക്കുകയാണെങ്കിൽ ഇത് ഓപ്പോസിറ്റ് സൈഡ്, ഇത് അഡ്ജസൻറ്റ് സൈഡ്, ഇത് ഹൈപ്പോട്ട്ന്യൂസ്. ഈ ആംഗിൾ എടുക്കുകയാണെങ്കിൽ ഇത് ഓപ്പോസിറ്റ് സൈഡ്, ഇത് അഡ്ജസൻറ്റ് സൈഡ്, ഹൈപ്പോട്ട്ന്യൂസ്. ഈ രീതിയിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ ഇപ്പം ഡിസ്റ്റൻസ് ആണെങ്കിലും ഹൈറ്റ് ആണെങ്കിലും അങ്ങനെയുള്ളതൊക്കെ കാണുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും. നമുക്കിതിൻ്റെ ഫസ്റ്റ് എക്സസൈസ് 9.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എ സർക്കസ് ആർട്ടിസ്റ്റ് ഈസ് ക്ലൈംബിംഗ് എ 20 meter long rope which is tightly stretched and tied from the top of a vertical pole to the ground. Find the height of the pole if the angle made by the rope with the ground level is 30 degree. പിന്നെ ഒരു ഫിഗറും തന്നിട്ടുണ്ട്. എന്തോ പറഞ്ഞിരിക്കുന്നത്, ഒരു സർക്കസ് ആർട്ടിസ്റ്റ് ഒരു പോള്, ഇതാണൊരു പോള്, ഈ പോളിൻ്റെ ടോപ്പും അതേ കണക്ക് ഗ്രൗണ്ടും തമ്മിൽ ഒരു ചരിച്ച് വെച്ച് സ്ട്രെച്ച് ചെയ്തിട്ട് ഇങ്ങനെ ടൈ ചെയ്ത് വെച്ചേക്കുക. അതായത് ഈ ഗ്രൗണ്ടും ഈ പോളിൻ്റെ ടോപ്പും തമ്മിലുള്ള ആ സ്ട്രെച്ച് ചെയ്ത് കെട്ടി വെച്ചിരിക്കുന്ന ആ റോപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ നീളം 20 meter ആണ്. ഒരു സർക്കസ് ആർട്ടിസ്റ്റ് ഇതിലേക്കൂടെ ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് കയറുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ പോളിൻ്റെ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അതുമല്ല, ഈ റോപ്പും ഗ്രൗണ്ടും തമ്മിൽ മേക്ക് ചെയ്തേക്കുന്ന ആംഗിൾ 30 ഡിഗ്രിയും തന്നിട്ടുണ്ട്. നോക്കിക്കേ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ബി ആണ്. നമ്മൾ ഏത് ആംഗിൾ എടുത്താലായിരിക്കും എ ബി കിട്ടുന്നത്? നമുക്ക് എ സി തന്നിട്ടുണ്ട്. എ സി എന്ന് പറയുന്നത് ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആകുമ്പം എ സി എന്ന് പറയുന്നത് ഹൈപ്പോട്ട്ന്യൂസ് ആയിരിക്കും. എ ബി എന്ന് പറയുന്നത് അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡും ആയിരിക്കും, ഓപ്പോസിറ്റ് സൈഡും ആയിരിക്കും. അതായത് ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് കിട്ടണമെങ്കിൽ നമ്മൾ എന്താണ് എടുക്കേണ്ടത്? സൈനാണ്. സൈൻ 30 എടുക്കുമ്പം ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് കിട്ടും. ഹൈപ്പോട്ട്ന്യൂസ് ഓൾറെഡി ഉണ്ട്. അന്നേരം നമുക്ക് ഓപ്പോസിറ്റ് സൈഡായ എ ബി കണ്ടുപിടിക്കാമല്ലോ. അന്നേരം നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ സൈൻ 30 ആണ്. സൈൻ 30 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് എ ബി ബൈ ഹൈപ്പോട്ട്ന്യൂസ് എ സി. നമുക്കറിയാം സൈൻ 30 എന്ന് വെച്ചാൽ എത്രയാണ്? 1/2 ആണ്. 1/2 = എ ബി നമുക്കറിയില്ല, ബൈ എ സി എത്രയാണ്? 20 ആണ്. അന്നേരം നമുക്ക് എ ബി കാണണം. ഇത് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ആവും. 1/2 × 20 = എ ബി എന്ന് കിട്ടും. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 10 കിട്ടും. ദെർഫോർ എ ബി = എന്താണ്? 10 meter എന്ന് കിട്ടും. അന്നേരം ദെർഫോർ ഹൈറ്റ് ഓഫ് ദ പോൾ എന്താണ്? = 10 meter. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എ ട്രീ ബ്രേക്സ് ഡ്യൂ ടു സ്റ്റോം ആൻഡ് ദ ബ്രോക്കൺ പാർട്ട് ബെൻഡ് സോ ദാറ്റ് ദ ടോപ്പ് ഓഫ് ദ ട്രീ ടച്ചസ് ദ ഗ്രൗണ്ട് മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് 30 degree വിത്ത് ഇറ്റ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫൂട്ട് ഓഫ് ദ ട്രീ ടു ദ പോയിൻറ്റ് വെയർ ദ ടോപ്പ് ടച്ചസ് ദ ഗ്രൗണ്ട് ഈസ് 8 meter. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ട്രീ.
അതായത് ഒരു ട്രീ ഉണ്ട്, ഇങ്ങോട്ട് വരയ്ക്കാം. ഒരു ട്രീ ഉണ്ട്. ആ ട്രീ കാറ്റ് കാരണം ഒടിഞ്ഞിട്ട് എന്ത് ചെയ്തു? അത് താഴോട്ട് ബെൻഡ് ചെയ്തു. ആ ട്രീയുടെ ഏറ്റവും താഴത്തെ ഈ ഫൂട്ടും ആ ബെൻഡ് ചെയ്ത് ഒടിഞ്ഞ് ഗ്രൗണ്ടിൽ തട്ടിയിരിക്കുന്ന ആ എൻഡും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 8 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞേക്കുന്നത് എന്താണ്? ഇത് തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ടുണ്ട് ദ ഗ്രൗണ്ട് മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് 30 വിത്ത് ഇറ്റ്. അതായത് ആ ബെൻഡ് ചെയ്ത് ഒടിഞ്ഞ് താഴെ കുത്തിയ ആ ഭാഗവും ആ ഗ്രൗണ്ടും കൂടെ ബെൻഡ് ചെയ്തേക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ട്രീയുടെ ഹൈറ്റ് ഇവിടം തൊട്ട് ഇവിടം വരെ. അതായത് നമുക്ക് ഇത് എ ബി സി ഇത് ഡി ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ബി ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമുക്കറിയാം ഇവിടെ 8 മീറ്റർ വന്നിട്ടുണ്ട്. അന്നേരം നോക്കിക്കേ, ആംഗിൾ 30 ഉണ്ട്. നമുക്ക് ഇവിടെ ആദ്യം ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ എ ബി കിട്ടും. പിന്നീട് ഈ അഡ്ജസൻറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും കൂടെ എടുക്കുകയാണെങ്കിൽ എ സിയും കിട്ടും. ഈ എ സി തന്നെ ആയിരിക്കുമല്ലോ എ ഡി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ടാൻ എടുക്കാം. അഡ്ജസൻറ്റ് സൈഡ് ബൈ ആദ്യം ഇവിടെ നമ്മൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എടുക്കുകയാണെങ്കിൽ കോസ് എടുക്കുക. പിന്നെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ടാനും എടുക്കുക. ഏത് വേണമെങ്കിലും എടുക്കുക. നമ്മളിപ്പോൾ ആദ്യം നമുക്ക് എ സി കണ്ടുപിടിക്കുക. അതിനുവേണ്ടി നമ്മൾ കോസ് എടുക്കുക. അതായത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് കോസ് 30 എടുക്കുക. കോസ് 30 ഈക്വൽ ടു നമുക്കറിയാം അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇവിടുത്തെ അഡ്ജസൻറ്റ് സൈഡ് ബി സി ആണ്, ഹൈപ്പോട്ടന്യൂസ് എ സി ആണ്. അതായത് ബി സി ബൈ എ സി എന്ന് കിട്ടും. 30 ഈക്വൽ ടു ബി സി ബൈ എ സി. നമുക്കറിയാം ബി സി എന്ന് പറയുന്നത് 8 ആണ്, ബൈ എ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. കോസ് 30 എന്ന് പറയുന്നത് √3/2 ആണ്, ഈക്വൽ ടു 8 ബൈ എ സി എന്ന് കിട്ടും. നമുക്ക് എ സി ആണ് വേണ്ടുന്നത്, അതുകൊണ്ട് ഇത് നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോകുക. എ സി ഈക്വൽ ടു 8, ഇവിടെ 2 ഡിവൈഡ് ചെയ്തേക്കും, ഇപ്പുറത്ത് വരുമ്പം ഇൻറ്റു 2/√3 എന്നാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 16/√3 എന്ന് കിട്ടും. എ സി മീറ്ററാണ്. അടുത്ത നമുക്ക് കാണേണ്ടത് ടാൻ 30 ആണ്. ടാൻ 30 ഈക്വൽ ടു നമുക്കറിയാം ടാൻ 30 ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. ഓപ്പോസിറ്റ് എ ബി ആണ്, അഡ്ജസൻ്റ് ബി സി ആണ്. ടാൻ 30 ഈക്വൽ ടു എ ബി ബൈ ബി സി ആണ്. എ ബി നമുക്കറിയില്ല, കണ്ടുപിടിക്കേണ്ടതാണ്. ബി സി എന്ന് പറയുന്നത് 8 ആണ്. നമുക്കറിയാം ടാൻ 30 എന്ന് പറയുന്നത് 1/√3 ആണ്. 1/√3 ഈക്വൽ ടു എ ബി ബൈ 8 എന്ന് കിട്ടും. നമുക്ക് എ ബി ആണ് വേണ്ടുന്നത്. 8 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എ ബി ഈക്വൽ ടു 8/√3 എന്ന് കിട്ടും. 8/√3 മീറ്റർ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഹൈറ്റ് ഓഫ് ദ ട്രീ ആണ്. ഹൈറ്റ് ഓഫ് ദ ട്രീ എന്ന് പറയുമ്പോൾ നോക്കിക്കേ, നമുക്കറിയാം എ ബിയും എ ഡിയും കൂടെ കൂട്ടണം. എ ഡി തന്നെ ആണല്ലോ എ സി, അത് ഒടിഞ്ഞു വീണയാണല്ലോ ഇത്. അതുകൊണ്ട് എ ഡി പ്ലസ് എ ബി പ്ലസ് എ സി, അതായത് ഇവിടുന്ന് ഇത്ര ഉണ്ടായിരുന്നു, അത് ഒടിഞ്ഞു വീണപ്പോൾ ഇങ്ങനായി, അത് എ സി ആയി. അതായത് എ സിയും എ ബിയും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് ആ ട്രീയുടെ ലെങ്ത് കിട്ടുന്നത്. എന്തൊക്കെ കൂട്ടുമ്പോഴാണ്? എ ബി പ്ലസ് എ സി. ഇവിടുത്തെ എ ബി എത്രയാണ്? 8/√3. എ സി എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? പ്ലസ് 16/√3. നോക്കിക്കേ, രണ്ടിടത്തും ഡിനോമിനേറ്റർ സെയിം ആണ്, അതുകൊണ്ട് തന്നെ 8 + 16/√3 എന്ന് എഴുതാം. ഇതെന്താണ്? 24/√3 ആണ്. താഴെ ഡിനോമിനേറ്റർ √3 വരുന്നത് കൊണ്ട് തന്നെ നമുക്കതിനെ മാറ്റാൻ വേണ്ടി √3 കൊണ്ട് രണ്ടിടത്തും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 24√3/3 എന്ന് കിട്ടും. ഇത് നമുക്ക് കട്ട് ചെയ്ത് 8 ആക്കാം. 8 3s ആണ് 24. അത് കട്ട് ചെയ്ത് 3 ആവും, അല്ല 8 ആവും. അതുകൊണ്ട് തന്നെ
ബാക്കി 8√3 മീറ്ററാണ് അവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത്.